വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 40 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 40 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായൊരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിലെത്തിയാറേ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുകയത്രേ എന്ന് അവൻ പറഞ്ഞു. അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയുക കൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ച്, ബാലയെ എഴുന്നേൽക്കുക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ചത് ആരോടും പറയരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തന് സൗഖ്യം കൊടുത്തതിന് ശേഷം ആ നാട്ടിലുള്ളവർ ഉടൻ തന്നെ യേശുവിനോട് അവിടം വിട്ട് പോകാൻ പറഞ്ഞു. ഒരേ ഒരു സൗഖ്യം മാത്രം ഗദരദേശത്ത്. ഉടൻ തന്നെ ഗലീലക്കടൽ കടന്ന് മടങ്ങി വന്നു. എന്നാൽ താൻ മടങ്ങി വന്നപ്പോൾ ഇങ്ങേക്കരയിലുണ്ടായിരുന്ന ആളുകൾ യേശുവിനെ വളരെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ അവനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലൂക്കോസ് പറയുന്നത്. ഗലീലക്കടലിൻ്റെ ഒരു വശത്ത് യേശുവിനെ തിരസ്കരിച്ചു അവനെ പറഞ്ഞു വിട്ടപ്പോൾ, മറുവശത്ത് അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ജനം. യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ഇത് ഇന്നും ശരിയാണ്. ചില ആളുകൾ അവനെ വേണ്ട എന്ന് വിളിക്കുമ്പോൾ മറ്റു ചിലർ അവനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. ഗദരദേശക്കാർ യേശുവിനെ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഗലീലക്കടലിൻ്റെ ഇങ്ങേ വശത്ത് യേശുവിനായി കാത്തു നിന്നിരുന്ന ചിലരുടെ അനുഗ്രഹങ്ങൾ താമസിച്ചേനെ. ഇത് ബൈബിളിലെ ഒരു തത്വമാണ്. ദൈവം താൻ തിരഞ്ഞെടുത്ത ഇസ്രയേൽ മക്കൾക്ക് വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നൽകി. മാത്രമല്ല, ദൈവം മനുഷ്യനായി അവതരിച്ചത് ഇസ്രയേല്യനായിട്ടാണ്, ഒരു യഹൂദനായിട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പിന്നീട് പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ഇസ്രയേൽ മക്കൾ അതിനെ തിരസ്കരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ജാതികളായ ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇസ്രയേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തിരസ്കരിച്ചതുകൊണ്ട് ജാതികൾ അനുഗ്രഹിക്കപ്പെട്ടു. അതുതന്നെയാണ് നാം ഇവിടെയും കാണുന്നത്. ഗദരദേശക്കാർ തിരസ്കരിച്ച
യേശുക്രിസ്തു മറുകരയിലുള്ള ആളുകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നു. യേശു മടങ്ങി വന്ന ഉടനെ യായിറോസ് എന്ന പള്ളിപ്രമാണി യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴുന്നതാണ് നാം വായിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പള്ളിപ്രമാണി ആ പള്ളിയിൽ വെച്ച് ശബത്ത് ദിവസം സൗഖ്യം കൊടുത്തതിൻ്റെ പേരിൽ യേശുവിനോട് മുഷിഞ്ഞ് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പള്ളിപ്രമാണി തൻ്റെ മകൾക്ക് ഏത് വിധേനയും സൗഖ്യം ലഭിക്കണം, അവളെ മരണത്തിൽ നിന്ന് വിടുവിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ആയിരിക്കാം യേശുവിൻ്റെ അടുക്കൽ വന്നു അവൻ്റെ കാൽക്കൽ വീണു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പള്ളിപ്രമാണിയാണ്. ആ പള്ളിപ്രമാണിയാണ് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നത്. യേശു തന്നെക്കാൾ ഉന്നതനായ ഒരു ഗുരുവാണ് എന്ന് ഒരു പക്ഷേ യായിറോസ് അംഗീകരിച്ചു. 12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, ഏകജാതയാണ്, വേറെ കുട്ടികളില്ല, അവൾ മരിപ്പാറായി ഇരിക്കുന്നു. യായിറോസ് യേശുവിനോട് അപേക്ഷിച്ചു, വീട്ടിൽ വരണം, അവളെ സൗഖ്യമാക്കണം. ഇതിനു മുമ്പ് യഹൂദനല്ലാതിരുന്ന ഒരു ശതാധിപൻ തൻ്റെ ദാസന് സൗഖ്യം ആവശ്യമാണ് എന്ന് പറഞ്ഞ് ആളുകളെ യേശുവിൻ്റെ അടുക്കൽ അയച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. യേശു ആ ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ആ ഇറ്റലിക്കാരനായ ശതാധിപനുണ്ടായിരുന്ന വിശ്വാസം യായിറോസിനില്ലായിരുന്നു. യായിറോസിൻ്റെ വിശ്വാസം പരിമിതമായിരുന്നു. എങ്കിലും യേശു ആ വിശ്വാസത്തെയും മാനിച്ചു. യേശു യായിറോസിൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് സംഭവിച്ച മറ്റൊരു ഉപകഥ കൂടി ഈ വിവരണത്തിൽ നമുക്ക് കാണാം. ഇതൊരു കഥയല്ല, സംഭവമാണ്. യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കാൻ പോകുന്ന വഴിയിൽ മറ്റൊരു സ്ത്രീക്ക് കൂടി യേശു സൗഖ്യം നൽകുന്നു. ഈ സംഭവം മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷങ്ങളിലും എഴുതിയിട്ടുണ്ട്. 3 ഈ 2 സംഭവങ്ങൾ ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു, ശിഷ്യന്മാരുടെ മനസ്സിൽ തങ്ങി നിന്ന ഒരു സംഭവമായിരുന്നു എന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. യേശു പുരുഷാരത്തോടുകൂടെ നടന്നു പോകുമ്പോൾ അവിടെ മറ്റൊരു സ്ത്രീ. ഈ സ്ത്രീ ഒരു ചെറിയ കുട്ടിയല്ല, പ്രായമുള്ള സ്ത്രീയാണ്. 18 വർഷമായി അവൾക്ക് രക്തസ്രാവമുണ്ട്. ഈ അസുഖം പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈദ്യന്മാരുടെ അടുത്ത് പോകുമ്പോഴും രഹസ്യമായി മാത്രമേ അവൾക്ക് പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു പക്ഷേ ഈ രഹസ്യ സ്വഭാവമുള്ള ഈ രോഗം ആണെന്ന് മനസ്സിലാക്കിയ വൈദ്യന്മാർ അവളെ വളരെയധികം സാമ്പത്തികമായി ചൂഷണം ചെയ്തു കാണും. നാം അവിടെ വായിക്കുന്നത്, യേശുവിൻ്റെ അടുക്കൽ അവൾ വരുന്ന സമയത്ത് അവളുടെ പണം മുഴുവൻ തീർന്നു. അവളുടെ സ്വത്തൊക്കെയും വൈദ്യന്മാർക്ക് കൊടുത്തു. ഇനി ചികിത്സിക്കാൻ പണം അവശേഷിക്കുന്നില്ല. യാതൊരു സാധ്യതയും ഇനിയില്ല. പണമില്ല, രോഗിയാണ്. ഇവളുടെ രോഗം ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോകുന്നു എന്നതാണ്. ജീവൻ രക്തത്തിലാണല്ലോ. അതിൻ്റെ അർത്ഥം ക്രമാനുഗതമായി ഇവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ മരിക്കുന്ന ഒരു കുട്ടിയെ ഉയർപ്പിക്കുവാനായിട്ടാണ് യേശു പോകുന്നത്. ആ പോകുന്ന സന്ദർഭത്തിൽ ക്രമാനുഗതമായി മരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീ. അവൾക്ക് ഇനി യാതൊരു പ്രതീക്ഷയുമില്ല. ചികിത്സിച്ച് ഭേദമാകുവാൻ സാധ്യതയില്ല, കാരണം പണമില്ല. അങ്ങനെ ഇരിക്കെയാണ് അവൾ യേശുവിനെക്കുറിച്ച് കേട്ടത്. യേശുവിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ രോഗം ഇന്നതാണ് എന്ന് പരസ്യമായി പറയാൻ ഒരു പക്ഷേ അവളുടെ മാനം അവളെ അനുവദിച്ചില്ല. നാണക്കേടാണ്. പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് രക്തസ്രാവമുണ്ട് എന്ന് പരസ്യമായി പറയുന്നത് അപമാനകരമാണല്ലോ. അതുകൊണ്ടായിരിക്കാം അവൾ തീരുമാനിച്ചു, യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നവൾ വിശ്വസിച്ചു. അവൾ പുരുഷാരത്തിനിടയിലൂടെ ആരും അറിയാതെ എങ്ങനെയോ യേശുവിനടുത്തെത്തി
യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു. തൊട്ട ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. അത് അവൾക്ക് മനസ്സിലായി. അവൾ വിചാരിച്ചു, എൻ്റെ പ്ലാൻ വർക്ക് ചെയ്തു, എൻ്റെ പദ്ധതി അനുസരിച്ച് ഞാൻ ആരും അറിയാതെ യേശുവിനെ പോയി തൊട്ടു, എനിക്ക് സൗഖ്യം ലഭിച്ചു, ഇനി എനിക്ക് സമാധാനമായി ജീവിക്കാം എന്ന് അവൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന അതേ സമയത്ത് യേശു നിന്നു. പുരുഷാരത്തോടൊരു ചോദ്യം ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആർ? ആളുകൾ യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞത്. ആളുകൾ ഇങ്ങനെ തിക്കുമ്പോൾ ഒരാൾ എന്നെ തൊട്ടു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വളരെ തിരക്കുള്ളൊരു ബസ്സിൽ ഒരാൾ എന്നെ തൊട്ടു എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. പലരും നമ്മളെ ഇടിക്കുകയാണ്. എന്നാൽ യേശു പറഞ്ഞു, അങ്ങനെയല്ല. എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്നാണ് യേശു പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെ ഇടിക്കുകയും തള്ളുകയും ചെയ്തതുപോലെയല്ല, എന്നെ ഒരാൾ തൊട്ടു. യേശു ഇത് വളരെ കൃത്യമായി പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ യേശുവിനെ തൊട്ടു, സൗഖ്യം പ്രാപിച്ചു, ഇനി അതാരും അറിയാതെ വീട്ടിൽ പോകാം എന്ന എൻ്റെ പ്ലാൻ നടക്കില്ല. അവൾ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയും മറിഞ്ഞിരുന്നാൽ യേശു തന്നെ അവളുടെ പേർ വിളിക്കുമെന്ന് ഒരുപക്ഷെ അവൾക്ക് തോന്നിക്കാണും. അവൾ മുമ്പോട്ട് വന്നു. അവൾ ചെയ്ത കാര്യം, അവളുടെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹം, അത് അവൾ എല്ലാവരും, സകല ജനവും കേൾക്കെ അറിയിച്ചു. ഇതുവരെ അപമാനത്തിൽ, സാമ്പത്തിക നഷ്ടത്തിൽ, അനാരോഗ്യത്തിൽ കഴിഞ്ഞിരുന്ന ഈ സ്ത്രീ ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ രോഗം മാറി, അവളുടെ രക്തസ്രാവം നിന്നു. മാത്രമല്ല, അവൾക്കുണ്ടായിരുന്ന ആ ബലഹീനതയെക്കുറിച്ച് ഇനി അവൾ അപമാനം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അവൾ സൗഖ്യമുള്ളവളായി തീർന്നു. ഇത് മറ്റുള്ളവരുടെ മുമ്പാകെ പറയാൻ അവൾക്കൊരു മടിയും ഉണ്ടായില്ല. യേശു ആ സ്ത്രീയോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. പല ആളുകളും ഈ വാക്യം എടുത്തിട്ട് പറയാറുണ്ട്, ഓരോരുത്തരുടെ വിശ്വാസം അവരെ രക്ഷിക്കുമെന്ന് യേശു പറഞ്ഞിട്ടില്ലേ? യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു ഈ സ്ത്രീയോട് പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കുമെന്നല്ല, രക്ഷിച്ചിരിക്കുന്നു. എന്തായിരുന്നു ഇവളുടെ വിശ്വാസം? ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എൻ്റെ ശരീരത്തിന് സൗഖ്യം ലഭിക്കും എന്നവൾ വിശ്വസിച്ചു. യേശുവിനെ സൗഖ്യം നൽകുവാനുള്ള ശക്തി ഉണ്ടെന്ന് അവൾ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ തൊട്ടത്. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം അവർ അവനെ ഇടിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്തു. ആ കൂട്ടത്തിൽ രോഗികൾ ആരും ഇല്ലായിരുന്നെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? തീർച്ചയായും ആ കൂടെ പല രോഗികളും പല അസുഖമുള്ളവരും ഉണ്ടായിരുന്നു. അവർക്കൊന്നും സൗഖ്യം ലഭിച്ചില്ല. എന്നാൽ ഈ സ്ത്രീക്ക് മാത്രം എന്തുകൊണ്ട് സൗഖ്യം ലഭിച്ചു? അപ്പോൾ യേശുവിനെ തൊട്ടതുകൊണ്ടല്ല അവൾക്ക് സൗഖ്യം ലഭിച്ചത്. അവൾക്ക് എന്തുകൊണ്ടാണ് സൗഖ്യം ലഭിച്ചത് എന്ന് യേശു 48-ാം വാക്യത്തിൽ പറയുന്നു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം എന്ന് വെച്ചാൽ ദൈവം ആരാണെന്നും ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നും വിശ്വസിക്കുക. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രവൃത്തികൾ ആളുകൾ ചെയ്യും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്നാണല്ലോ യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. ആ പ്രവൃത്തികൾ വിവിധ തരത്തിലുള്ളതായിരിക്കാം. പക്ഷേ അതിൻ്റെ പുറകിലുള്ള വിശ്വാസം, യേശുക്രിസ്തു ആരാണെന്നുള്ള വിശ്വാസം, അതാണ് അവളെ രക്ഷിച്ചത്. ആ കൂടെ ഉണ്ടായിരുന്ന പുരുഷാരത്തിൽ പലരും യേശു വെറും ഒരു റാബായി എന്നേ വിശ്വസിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ സ്ത്രീ യേശു ശരീരത്തിന് സൗഖ്യം നൽകുവാൻ കഴിവുള്ള ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസം അവളെ രക്ഷിച്ചു. പ്രിയ സുഹൃത്തേ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരുടെ വിശ്വാസം അവരെ രക്ഷിക്കും. അല്ലാതെ നമുക്ക് തോന്നുന്നത് വിശ്വസിച്ചാൽ ആ വിശ്വാസം നമ്മെ രക്ഷിക്കില്ല. അവൾക്ക്
ശരിയായ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അവളുടെ രോഗത്തിന് സൗഖ്യമുണ്ടായി. അവൾക്ക് സമാധാനത്തോടെ പോകാനിടയായി. താങ്കൾ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? സാക്ഷാൽ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? താൻ ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ താങ്കളുടെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടിയാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അങ്ങനെയുള്ളവർക്കാണ് രക്ഷ. അല്ലാതെ എന്തെങ്കിലും വിശ്വസിച്ച് ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുമെന്ന് ബൈബിൾ പറയുന്നില്ല, യേശു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇതിന് ശേഷം യേശു തൻ്റെ യാത്ര തുടരുകയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം, യേശു ഈ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തപ്പോൾ തൻ്റെ യാത്രയ്ക്ക് ഒരു തടസ്സം നേരിട്ടു. യായിറോസ് തന്നോട് കൂടെയുണ്ട്. യായിറോസിൻ്റെ മകൾ രോഗം മൂർച്ഛിച്ച് ഏത് നിമിഷവും മരിക്കാം. അതിനു മുൻപ് വീട്ടിലെത്തി അവൾക്ക് സൗഖ്യം കൊടുക്കണം എന്നാണ് യായിറോസിൻ്റെ ആഗ്രഹം. അതിനിടയിലാണ് ഈ സ്ത്രീ വന്ന് യേശുവിനെ തൊട്ടതും അതിൻ്റെ പേരിൽ അല്പം സമയം നഷ്ടപ്പെട്ടതും. യായിറോസ് അക്ഷമനാകുകയാണ്. പക്ഷേ അവിടെ യായിറോസിന് കാണാൻ കഴിഞ്ഞൊരു കാര്യം, യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിനെ വിശ്വാസത്തോടെ തൊട്ട ഒരു സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു. ഇതൊരു പക്ഷേ അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി കാണും. പക്ഷേ ആ സാഹചര്യത്തിൽ യായിറോസിന് തോന്നിയത്, യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ സമയം കളയുന്നത്? എൻ്റെ ആവശ്യം ഉടനെ ചെയ്യേണ്ടതാണ്. യേശു എന്തുകൊണ്ടാണ് അമാന്തിക്കുന്നത് എന്നവന് തോന്നിക്കാണും. പക്ഷേ നമുക്കെല്ലാം ഈ സംഭവത്തിൻ്റെ അവസാനം അറിയാമല്ലോ. യേശുവിൻ്റെ താമസം അവൻ്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവുണ്ടാക്കിയില്ല. മറിച്ച് ഒരാൾക്ക് കൂടി അനുഗ്രഹം ലഭിക്കുവാനേ ഇടയായുള്ളൂ. യേശു അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു, നിൻ്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട. മരിച്ചു, ഇനി ഗുരുവിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ആ ആൾ വന്ന് പറഞ്ഞത്. യേശു അയാളോട് കയർത്തില്ല. യേശു വളരെ സമാധാനത്തോടെ പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അതിനുശേഷം തൻ്റെ യാത്ര തുടർന്നു. ആ പെൺകുട്ടി മരിച്ചുവെന്നും അവളെ ഉയർപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു പോകുന്നതെന്നും യേശുവിന് അറിയാമായിരുന്നു. ആ സമയത്ത് യായിറോസിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ആ വീട്ടിൽ ചെന്ന ഉടനെ യേശു കരയുന്ന ആളുകളെയൊക്കെ പുറത്താക്കി തന്നോടുകൂടെ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും തൻ്റെ ശിഷ്യന്മാരിൽ 3 പേരെയും, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, ഇവരെ മാത്രം താൻ അകത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് പോകുന്നതിന് മുൻപ് യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ആളുകൾ അവനെ പരിഹസിച്ചു. കർത്താവ് പറഞ്ഞത് ശരിയാണ്. നിദ്ര എന്ന് ബൈബിൾ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ മരിച്ചിരുന്നു, പക്ഷേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഉറങ്ങുകയാണ്. അവളുടെ ആത്മാവ് ശരീരത്തെ വിട്ട് ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ യേശു അകത്ത് കടന്ന് അവളുടെ കൈക്ക് പിടിച്ച് ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ആത്മാവ് മടങ്ങി നിന്നു എന്ന് നാം വായിക്കുന്നു. ഈ 5 പേരുടെ, അതായത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവളുടെ മാതാപിതാക്കൾ, ഈ 5 പേരുടെ സാന്നിധ്യത്തിൽ ആണ് യേശു ഈ വലിയ അത്ഭുതം ചെയ്തത്. യേശു മറ്റുള്ളവരെ പുറത്താക്കിയതിൻ്റെ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അത്ഭുതം ചെയ്യാനുള്ള മടി കൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ലാസറിനെ ഉയർപ്പിച്ചത് ഒരു പുരുഷാരത്തിൻ്റെ മുമ്പിൽ വെച്ചാണല്ലോ. നൈനിലെ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതും ഒരു വലിയ പുരുഷാരത്തിൻ്റെ മുമ്പിൽ വെച്ചാണ്. അതുകൊണ്ടല്ല യേശു ആളുകളെ പുറത്താക്കിയത്. മറിച്ച് തൻ്റെ ശുശ്രൂഷയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവരെ താൻ ഒഴിവാക്കി. ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി താൻ ഒഴിവാക്കി. ഈ പെൺകുട്ടി ഉയർത്തെഴുന്നേറ്റത് കണ്ട് അമ്മയപ്പന്മാർ വിസ്മയിച്ചു. അവരുടെ വിശ്വാസം വർദ്ധിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു ചെയ്ത ഈ 3 അത്ഭുതങ്ങൾ നോക്കിയാൽ
ആളുകളുടെ പ്രതികരണം വിചിത്രമായിട്ട് തോന്നും. ഭൂതഗ്രസ്തന് സൗഖ്യം നൽകി ആളുകൾ യേശുവിനോട് ആ നാട് വിട്ടേ പോയിക്കൊള്ളാൻ പറഞ്ഞു. രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യമുണ്ടായി. അവൾ മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ യേശു അവളെ മറഞ്ഞിരിക്കുവാൻ അനുവദിച്ചില്ല. ദൈവം അവളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം മറ്റുള്ളവർ അറിയണം എന്ന് യേശു ആഗ്രഹിച്ചു. അവൾ അവളുടെ സാക്ഷ്യം മറ്റുള്ളവരോട് പറഞ്ഞു. മരിച്ച വീട്ടിൽ യായിറോസിൻ്റെ മകൾ മരിച്ചു. പക്ഷേ അവളെ ഉയർപ്പിച്ച സംഭവം ആ സമയത്ത് താൻ പുരുഷാരത്തെ ഒഴിവാക്കി. കാരണം യേശു ആ പെൺകുട്ടിയെ ഉയർപ്പിച്ച് കഴിഞ്ഞാലും അത് വിശ്വസിക്കാത്ത ആളുകളുണ്ട്. കാരണം അവർ പറയും, അവൾ ഉറങ്ങുകയായിരുന്നല്ലേ അവൻ ഇത്രയും കുറച്ച് സമയം മുമ്പ് പറഞ്ഞത്. അവൾ ഉറങ്ങുകയായിരുന്നു, അവൾ മരിച്ചില്ല, അതുകൊണ്ടാണ് അവൾ ഉയർത്തെഴുന്നേറ്റത് എന്ന് അവർ പറയും. കാരണം അവർ യേശുവിൽ വിശ്വസിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. യേശുവിനെ വിശ്വസിക്കുവാൻ തുറന്ന മനസ്സുള്ളവരുടെ മുമ്പിൽ വെച്ച് യേശു അത്ഭുതങ്ങൾ ചെയ്തു. അത് കണ്ടവർ അത് വിശ്വസിച്ചു. എന്നാൽ യേശുവിനെ വിശ്വസിക്കേണ്ട എന്ന് തീരുമാനിച്ചവരുടെ മുമ്പിൽ വെച്ച് യേശു അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് താൻ യായിറോസിൻ്റെ വീട്ടിൽ ആ പെൺകുട്ടിയെ ഉയർപ്പിച്ചപ്പോൾ പുരുഷാരത്തെ ഒഴിവാക്കിയത്. പ്രിയ സുഹൃത്തേ, ഒരു പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിശയം ചെയ്തു കാണും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് അത് മറഞ്ഞിരിക്കരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഭൂതഗ്രസ്തൻ പറഞ്ഞു, ആ സ്ത്രീയും പറഞ്ഞു, യായിറോസും ഭാര്യയും അത് പറയും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് സാക്ഷിക്കുമോ? മറ്റൊരു കാര്യം, നമ്മുടെ പ്രവൃത്തികൾ പലതായിരിക്കാം. എന്നാൽ അതിൻ്റെ പുറകിലുള്ള വിശ്വാസം, അത് ശരിയായ വിശ്വാസമാണോ എന്ന് ദൈവം നോക്കുന്നു.